ഇന്ത്യ ഏകദേശം 1-1.5 വർഷത്തിനുള്ളിൽ യുദ്ധം നേരിടുമോ? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഞാനൊന്നുമല്ല. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഗ്ലോബലായിട്ട് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പറുണ്ട്, വാൾ സ്ട്രീറ്റ് ജേണൽ. അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളും പറ്റുവാണെങ്കിൽ വായിക്കണം. അതിനുശേഷം പല പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന് വാർത്ത വായിക്കണം. പിന്നെ ചില ചൈനീസ് വെബ്സൈറ്റുകളിൽ വന്ന വാർത്തകളും വായിക്കണം. അതായത് ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ വാറിൻ്റെ മുമ്പിലാണ്. ഏത് സമയത്തും വാറുണ്ടാകാം. ആ സ്ഥിതിയിലോട്ട് കൊണ്ടുപോയതിൻ്റെ കാരണം ഉറപ്പായിട്ടും ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇപ്രാവശ്യം അങ്ങോട്ടല്ല ഇങ്ങോട്ട് വരും. ആ രീതിയിലാണ് റിപ്പോർട്ട്. അത് എന്നെ തന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് റിപ്പോർട്ട് ചെയ്ത വാൾ സ്ട്രീറ്റ് ജേണലിനെ, അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞ പാകിസ്ഥാൻ പത്രങ്ങളെയും, അപ്പം ആ സാധനങ്ങൾ എടുത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താണ് ഈ വാൾ സ്ട്രീറ്റ് ജേണൽ അങ്ങനെ ഒരു ലേഖനം എഴുതാൻ കാരണം? ചോദ്യം പ്രസക്തമാണ്. ഒറ്റ കാര്യമാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി, ഇഷ്ടം പോലെ ടെക്നോളജി പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി. ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു മാർക്കറ്റ് വേണ്ടായി, ഇത് വിൽക്കണ്ടായി. ഇത് വിൽക്കുന്നതിന് മുമ്പ് ഇത് ട്രയൽ നടത്തി സക്സസ് ആകുന്നില്ല, ലോകത്തെ തെളിയിക്കണ്ട. എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നത്? 2-3 പോയിന്റ് ഉണ്ട്. ഒന്ന്, ഇത് വാറിലോ ട്രയലിലോ, അതായത് വാർ ട്രയൽ, കോൺഫ്ലിക്റ്റോ ട്രയലിലോ ഇത് ഉപയോഗിച്ച് സക്സസ് റേറ്റ് വരണം. ഇത് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം പെനട്രേറ്റ് ചെയ്ത് അടിച്ച് തകർക്കും, എത്രമാത്രം ശത്രുക്കളെയും പ്രതിയോഗികളെയും തകർക്കും, ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് ഗ്ലോബലി പോകണം. അത് പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് ഈ ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ലോകം മുഴുവനും ബേസാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളും, പല രാജ്യങ്ങളിൽ പോയി അടിക്കുകയോ അവൻ്റെ പല വെപ്പൺസും എക്യുപ്മെൻസും അവൻ ട്രയൽ നടത്തും. എന്നിട്ട് അത് പ്രൂവ് ചെയ്യുന്ന ഇത് കൊള്ളാം. അതിൻ്റെ പേരിൽ മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇത് മേടിക്കും. ചൈനയുടെ പ്രശ്നം, അവൻ ഈ ഏറ്റവും ലേറ്റസ്റ്റ് അടുത്ത ജനറേഷൻ, അതിൻ്റെ അടുത്ത ജനറേഷൻ വെപ്പൺസ്, ലേസർ ടെക്നോളജി, ഡ്യുവൽ ടെക്നോളജി, അങ്ങനെ ചവറ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ലേറ്റസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കി അതെല്ലാം മിലിറ്ററി ഡിസ്പ്ലേ കാണിച്ചു. ഈ സിന്ദൂർ സമയത്താണ് ഈ ഡസോൾട്ട് ഏവിയേഷൻ എന്ന് പറഞ്ഞ അതിൻ്റെ മാർക്കറ്റ് ഷെയർ പോവുകയും J-10 എന്ന് പറഞ്ഞ ചൈനീസ് സാധനം 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് കയറി വരികയും ചെയ്തത്. അതേപോലെ PL-115 എന്ന് പറയുന്ന മിസൈല്, അത് ലോകത്തെല്ലാവരും കണ്ടു ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. അതിനുശേഷമാണ് ഗ്ലോബലായിട്ട് പല രാജ്യങ്ങളും, ഗ്ലോബൽ സ്ട്രാറ്റജിക് മീഡിയയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആൾക്കാരും അതിനെ അപ്രൂവ് ചെയ്തത്. ഓക്കെ, ഇത് കൊള്ളാം, ഇത് ഫ്രാൻസിന്റെ റഫേലിനേക്കാളും കൊള്ളാം, ഫ്രാൻസിന്റെ റഫേലിൽ ഉപയോഗിച്ച സ്കാൾപ്പ് എന്ന് പറഞ്ഞ മിസൈലിനേക്കാളും കൊള്ളാം, ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റം കൊള്ളാം, ഷാർപ്പാണ്, പ്രിസൈസാണ്, പ്രിസിഷനാണ്. ഞാൻ പറഞ്ഞതല്ല, ഇത് ഗ്ലോബൽ മീഡിയ പറഞ്ഞത്. പിന്നീട് അത് ഇന്ത്യൻ മീഡിയ അത് പറഞ്ഞു, ഈ സംഭവം വലിയ സാധനമാണ്. ഇതുപോലെ തന്നെയാണ് ടർക്കി ഉണ്ടാക്കിയ ഡ്രോൺസ്. അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ് ഇതുമായിട്ട്, ഡ്രോണിൻ്റെ ടെക്നോളജിയുമായിട്ട് അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പോയി കാണുകയും പിന്നീട് അത് വലിയ സംഭവമായി ലോകത്തിലെ തന്നെ നല്ല ഡ്രോൺസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് ടർക്കി മാറുകയും ചെയ്തു. ഈ ടർക്കി ഡ്രോൺസ് ഉണ്ടാക്കിയ ശേഷം ഇത് ടെസ്റ്റ് ചെയ്യണ്ടായോ? ഇത് വാറുണ്ടായാലും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരിത് കൊടുത്ത ആർക്ക്? ഉക്രൈന് കൊണ്ട് കൊടുത്തു. ഉക്രൈൻ ഈ പറയുന്ന കീവിലോട്ട് വന്ന റഷ്യൻ ടാങ്കിന് നേരെ എടുത്തിട്ടങ്ങ് ഉപയോഗിച്ചു. റഷ്യൻ ടാങ്കുകൾ ഈ കീവിൻ്റെ സൈഡിലും അതിൻ്റെ അതിർത്തിയിൽ പൊട്ടി അങ്ങ് തെറിച്ചു. ഉണ്ടായ സംഭവമല്ലേ ആവുന്നു. നിങ്ങളിതൊക്കെ ന്യൂസിൻ്റെ ലിങ്കുകളുണ്ട്, ഓരോന്നെടുത്ത് നോക്കാം. അങ്ങനെയാണ് ടർക്കിയുടെ ഡ്രോൺസ് ലോകത്തിലെ നല്ല
ഡ്രോൺസിൽ ഒന്നാണ് എന്ന രീതിയിൽ ഗ്ലോബൽ മീഡിയയും സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകളും വാർ എക്സ്പേർട്ടുകളും അതിനെ സർട്ടിഫൈ ചെയ്തു. അത് പിന്നെ ഒരു പാകിസ്ഥാന് കൊടുത്തു, മറ്റുള്ള പല രാജ്യങ്ങൾക്ക് കൊടുത്തു. ഇതാണ് ഈ വാർ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പോയി അത് ട്രയൽ ചെയ്ത് സക്സസ് റേറ്റ് കൂടുവാണെങ്കിൽ മാത്രമേ, അത് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾ വാങ്ങുകയുള്ളൂ. ഇതാണ് ഈ പറയുന്ന റഫേലിനെ പറ്റിയൊരു സംഭവം. റഫേലിനെ പറ്റിയ സംഭവം എന്ന് പറയുന്നത് ഇത് വാറുകളിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് വാറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സക്സസ് റേറ്റിനെ ബേസ് ചെയ്താണ് ഇത് മനസ്സിലാക്കാൻ ഇതിന് എത്രമാത്രം പെനട്രേഷൻ ഉണ്ട്, ഇതിന് ഷാർപ്പ്നെസ് ഉണ്ട്, ഡോഗ് ഫൈറ്റിന് കഴിവുണ്ടോ, ഇതിലുപയോഗിച്ചിരിക്കുന്ന മിസൈൽസ്, വെപ്പൺസ്, ഇൻ്റഗ്രേറ്റഡ് വെപ്പൺസ്, ഇത് സംഭവമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ സംഭവം ഇന്ത്യൻ ചില എക്സ്പേർട്ടുകൾ പറയുന്നത് അതിനേക്കാളും തമാശ എന്ന് പറയുന്നത്, ഫ്രാൻസ് ഈ സാധനം വാങ്ങുന്ന സമയത്ത് സോഴ്സ് കോഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഫ്രാൻസ് പറഞ്ഞു സോഴ്സ് കോഡ് കൊടുക്കത്തില്ലെന്ന്. ഈ സോഴ്സ് കോഡ് കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഇത് പറഞ്ഞത്? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഞാൻ മനസ്സിലാകും എന്തുവാണെന്ന്. എന്തുകൊണ്ടാണ് സോഴ്സ് കോഡ് കൊടുക്കാത്തതിൻ്റെ കാര്യം മനസ്സിലാകും. അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായിരിക്കും. ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റും പല വെപ്പൺസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുകയും മാറ്റുകയൊക്കെ ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനവർ സമ്മതിക്കത്തില്ല. അതായത് ഞാൻ ഒരു കാര്യം പറയാം. AK-47 വില, അതായത് റൈഫിളിൻ്റെ വില, അതിനിപ്പോൾ ഒരു 10,000 രൂപയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ റൈഫിൾ വിൽക്കുന്നതല്ല അതിൻ്റെ ലാഭം ആ കമ്പനി. കാരണം ആ റൈഫിൾ വില കുറച്ചായിരിക്കും വിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന ബുള്ളറ്റ്സ്, അതായത് റൗണ്ട്സ്, ഇതുണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കണം. അതാണ് അവൻ്റെ ലാഭം. ഇതാണ് ഫ്രാൻസ് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെപ്പൺസ് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. അത് പല ഘടകങ്ങളുണ്ട്, ഒരു ഘടകമല്ല. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ തിരിച്ചു പോവാം. ഈ ചൈന ഈ പറയുന്ന ലേസർ, ആ ടെക്നോളജി, ഈ ടെക്നോളജി ഒക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങൾ കാണിച്ചു. എന്താണ് ഒരു പാകിസ്ഥാൻ ചൈനീസ് പത്രം റിപ്പോർട്ട് ചെയ്തത്? പ്രിയപ്പെട്ട മോദിയെ തള്ളി കിടക്കുന്ന സംഘപരിവാറുകാരും മനസ്സിലാക്കുക, കഴിഞ്ഞ 3 വർഷം കൊണ്ട് പാകിസ്ഥാൻ ആർമിയുടെ വലിയൊരു ഗ്രൂപ്പ്, ഏകദേശം 3000-ഓളം പേര് ചൈനയിൽ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സുമായിട്ട് ട്രെയിനിങ്ങിലാണ്. അതിൻ്റെ ഓരോ ബാച്ചുകളും ട്രെയിനിങ് കഴിഞ്ഞ് വരും. അവരിൽ ഏകദേശം 5000-ഓളം പേര് മൗണ്ട്, അതായത് ഹിൽ ബാറ്റിൽ, അതായത് വലിയ വലിയ കുന്നുകളിലും മലകളിലും എങ്ങനെയാണ് ബാറ്റിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ട്രെയിനിങ്ങിലാണ് അവരുടെ വെപ്പൺസ് ഉപയോഗിച്ച് ചൈനീസിൻ്റെ. അതെന്തിനു, എന്ത് പിടിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന റഷ്യ, ഈ പാകിസ്ഥാൻ ഈ ട്രെയിനിങ് എന്തിനാണ് എടുക്കുന്നത്? കാശ്മീർ പിടിക്കാൻ. കാശ്മീർ പിടിക്കാൻ ട്രെയിനിങ് അവൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ വെപ്പൺസ് എവിടെ കൊണ്ട് ട്രയൽ ചെയ്യണ്ടായോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞ മോദിയുടെ ബ്ലണ്ടറാണ് ഓപ്പറേഷൻ സിന്ദൂർ. ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ. ഈ പറയുന്ന വെപ്പൺസ് എല്ലാം ട്രയൽ ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സക്സസ് അറിഞ്ഞിട്ട് ഈ വെപ്പൺസിന്റെ മാർക്കറ്റിലോട്ട് ചൈനയ്ക്ക് കയറാം. കാരണം ഇപ്പോഴത്തെ വെപ്പൺസിന്റെ മാർക്കറ്റിൽ 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. വലിയ മാർക്കറ്റാണ്, ഹ്യൂജ് മാർക്കറ്റ്, ഏറ്റവും പ്രോഫിറ്റ് ഉള്ള മാർക്കറ്റ്. 2ാം സ്ഥാനം ആർക്കാ? റഷ്യക്ക്. റഷ്യ ഉക്രൈൻ വാറോടുകൂടി റഷ്യൻ സാധനം പാട്ട സാധനമെന്ന് ലോകം മുഴുവനും തെളിഞ്ഞു. അല്ലെങ്കിൽ ഏകദേശം 10,000-കണക്കിന് വെപ്പൺസ്, എക്യുപ്മെന്റ്സ്, എയർക്രാഫ്റ്റ്, ഏകദേശം 400 എയർക്രാഫ്റ്റ് റഷ്യയുടെ പോയത്. അവർ എയർ ഡിഫൻസ് സിസ്റ്റം, അങ്ങനെ പലതും. അപ്പൊ ആ ഒരു വലിയ മാർക്കറ്റ് ഓപ്പണായി. അവിടെ ചൈനയ്ക്ക് കയറണം. അതിന് ട്രയൽ നടത്താൻ എവിടെ സ്ഥലം? അത് വാറ് വരണ്ടായോ ചൈനയ്ക്ക് ട്രയൽ നടത്താൻ? ചൈന ഈ സാധനം കൊണ്ടുപോയി തായ്വാനിലും ഹോങ്കോങ്ങിലും ഇട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും.
ചൈനയ്ക്കറിയാം അവന് ഈ തായ്വാനും അവിടെയുള്ള സാധനം വെച്ച് തിരിച്ചടിച്ച് അവൻ്റെ ഏതെങ്കിലും സിറ്റി വീണ് കഴിഞ്ഞാൽ അത് ചൈനയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അവിടെ വെച്ച് ചെയ്യത്തില്ല. ഈ ചൈന എന്നൊക്കെ പറഞ്ഞ രാജ്യം നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമൻസ് ഉപയോഗിക്കുന്നതിന് അപ്പുറത്താണ് അവര് ലോകത്ത് അവർക്ക് അടി കിട്ടുന്ന ഒരൊറ്റ പരിപാടിക്ക് അവർ പോകത്തില്ല. അതുകൊണ്ടാണ് ഇറാനും ഇസ്രായേലും വാർ നടത്തിയ സമയത്ത് അവരൊന്നും കൊടുത്തില്ല, അവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. കാരണം ചൈനയ്ക്കറിയാം തിരിച്ച് ചൈനയ്ക്ക് അല്ലാത്ത അടി കിട്ടുമെന്ന്. ഇപ്പൊ ഇവിടെ ഒഴിഞ്ഞു കിടക്കുവാണ് ലോകത്തെല്ലാ രാജ്യങ്ങളുമായിട്ട് ശത്രു, അമേരിക്കയായിട്ട് ശത്രു, യൂറോപ്പായിട്ട് ശത്രു, പാകിസ്ഥാന്റെ ശത്രു, ബംഗ്ലാദേശിന്റെ ശത്രു. പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുവാണ് എപ്പോഴും ഇന്ത്യ അടിക്കണമെന്നും പറഞ്ഞോട്ട്. അവർക്ക് ഈ സാധനം വെച്ച് ചൈന സംഭവം പ്രൊവോക്ക് ചെയ്ത് കയറി അടുപ്പിക്കും. അതാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത്, പൊട്ടൻഷ്യൽ വാർ പ്രതീക്ഷിക്കുക. കാരണം ഈ എക്യുപ്മെന്റ്സും ഈ സാധനങ്ങൾ ട്രയൽ ചെയ്യണ്ടായോ? ഈ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ട്രയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം ഈ സെൻട്രൽ യൂറോപ്പും ഏഷ്യൻ മാർക്കറ്റിലും പല ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റിലും ഈ സാധനം ഇറങ്ങാൻ. ഇതിന് ഡിമാൻഡൊക്കെ കയറും ഭയങ്കരമായിട്ട്. റഷ്യ ഒന്നും അല്ലാതായി. അമേരിക്ക കഴിഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ചീപ്പായിട്ട് ചൈനീസ് പ്രോഡക്റ്റ്, ചൈനീസ് വെപ്പൺസ് ഗ്ലോബൽ മാർക്കറ്റിൽ വരും. അതിനൊരു ട്രയൽ സാധനം വേണം, ഒരു ഫീൽഡ് വേണം. ഇന്ത്യൻ പട്ടാളം ഏറ്റവും അംഗബലമുള്ള പട്ടാളമാണ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ 75% റഷ്യൻ എക്യുപ്മെന്റ്സ് ആണ്, റഷ്യൻ ഹാർഡ്വെയർ ആണ്. പിന്നീട് അമേരിക്കൻ സാധനമുണ്ട്, അതായത് ഈ ഇടയ്ക്ക് വന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ, ഹോവിസ്റ്റർ ഗണ്ണ്, മറ്റുള്ള എക്യുപ്മെന്റ്സ്. അതായത് ഇപ്പോഴും അമേരിക്ക നമുക്ക് ഡ്രോൺസ് തന്നിട്ടില്ല, അതേപറ്റി പറയുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇസ്രായേലി എക്യുപ്മെന്റ്സ്. അപ്പം ചൈനീസ് എക്യുപ്മെന്റ് അതിൻ്റെ കേപ്പബിലിറ്റി ഇന്ത്യയുടെ റഷ്യൻ എക്യുപ്മെന്റ്സിനെതിരെ, അമേരിക്കൻ ഇസ്രായേലിനെതിരെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്കാണ്. ചൈനീസ് എക്യുപ്മെന്റ്സിനും ഈ സാധനത്തിൽ ഗ്ലോബൽ ഡിമാൻഡ് അങ്ങായി. അപ്പോൾ അവിടെ ഈ പറയുന്ന റഷ്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള പല ഈ എക്യുപ്മെന്റ്സും ഈ മിലിറ്ററി മാനുഫാക്ചറിങ് യൂണിറ്റും മുഴുവൻ അടച്ചങ്ങ് കൂട്ടും. പിന്നെ അവന്റെ സാധനം ആരും മേടിക്കത്തില്ല, ഇതെല്ലാം ചൈനയിൽ പോകും. അതിൻ്റെ ഡസോൾട്ടിന്റെ റഫേലുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ക്യാമ്പയിൻ നടത്തിയില്ലയോ ചൈന? അവന്റെ ജേട്ടൻ ഇന്ത്യൻ സാധനത്തെ അടിച്ചിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ P-15 മിസൈൽസ് എയർ ടു എയർ, അങ്ങനെ മറ്റുള്ള സാറ്റലൈറ്റ് ഇമേജ്, AI ഇമേജ്, അതിനെപ്പറ്റി അവർ പറയുന്നില്ല. അപ്പൊ അതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോം വേണം. അതിനുശേഷം അവർ ഗ്ലോബൽ മാർക്കറ്റിൽ ചലഞ്ച് ചെയ്യും. അപ്പൊ അവർക്ക് അടിക്കാൻ ഒരാൾ വേണം. അതിന് ഏറ്റവും നല്ല പാകിസ്ഥാന്. അവനിങ്ങനെ ചൊറിഞ്ഞു നിൽക്കുക, ഇന്ത്യ ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കുക. ചൊറിഞ്ഞു നിൽക്കുമ്പോൾ കയറി അടിക്കുക. എന്നിട്ട് ഈ പറയുന്ന എക്യുപ്പ്, അതാണ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഥലം അങ്ങ് പിടിച്ചെടുക്കുക, ക്യാപ്ചർ ചെയ്തു. ചൈനീസ് വെപ്പൺസ് കൊണ്ടാണ് കാശ്മീർ ക്യാപ്ചർ ചെയ്തത്, അടിച്ചത് ഇന്ത്യയെ. അത് ഗ്ലോബലി ഭയങ്കര മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് പെനട്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് 20 രാജ്യങ്ങളെ ഈ മിലിറ്ററി പരേഡിൽ പങ്കെടുത്തത്. ഈ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ സാധനം. ഇനി അടുത്തത് എന്തോ സാധനം കാണിച്ചു, അടുത്തത് ട്രയലിൽ പോകണം. ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു വാർ ഫീൽഡിലോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഫീൽഡിലോട്ടും പോയിട്ട് ഇതിനെ അങ്ങോട്ട് ഉപയോഗിച്ച് കാണിക്കുക. എത്രമാത്രമാണ് ഇതിൻ്റെ ഷാർപ്പ്നെസ്, പ്രിസിഷൻ, എത്രമാത്രമാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നത് 1 by 1 ആയിട്ട്. അതിന് പറ്റിയ സമയമാണ് അവർക്ക് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത്. ആരുമില്ല കൂടെ. ഇതും വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ ആയിട്ട് വാറുണ്ടാകും. മറ്റു പല സന്ദർഭങ്ങളിൽ ഇതേപോലെ വാറും കീറത്തൊക്കെ യൂട്യൂബിൽ ഞാൻ അതിനെപ്പറ്റി മൈൻഡ്, കാരണം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ റഷ്യ ഉക്രൈൻ വാറുമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഒരുമിച്ച് നിന്ന് റഷ്യ അട്ടിക്കാൻ തീരുമാനിച്ചാൽ റഷ്യ അങ്ങ് തുളച്ചു കളയാം. റഷ്യക്ക് പിന്നെ പഴയ പോലെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവർക്ക് ഡിഫെൻസീവ് മെക്കാനിസം ഇല്ല ഇപ്പോഴ്, കാരണം മാൻ പവർ ഇല്ല. നോർത്ത് കൊറിയൻ ആൾക്കാരെ കൊണ്ട് അവനും കുറച്ചും ചത്തി അവൻ തിരിച്ചുപോയി. ആ സ്ട്രാറ്റജി ഇല്ലാതായി. അതായത് ചൈന അടുത്ത രണ്ടാമത്തെ പ്ലേസിലോട്ട് വരുക, 4000 കിലോമീറ്റർ ബോർഡറുള്ള ഇന്ത്യയുമായിട്ട്.
അതാരാ ഓപ്പൺ ചെയ്തു കൊടുത്ത്? നമ്മുടെ പ്രധാനമന്ത്രി. എങ്ങനെ? ഓപ്പറേഷൻ സിന്ദൂർ. അതാ പറയുന്നത്, നമ്മൾ ഈ വീറും വീമ്പും ഒക്കെ ആക്കി പടക്കമായിട്ട് നടക്കുമ്പോൾ ഈ തലയ്ക്ക് അടി കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പം അടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവൻ കയറി അടിക്കും. വീക്കെന്ന് പറഞ്ഞാൽ വീണ്ടും അടിക്കും. ഇതെല്ലാം ഇതൊക്കെ ചുമ്മാ തള്ളല്ലായിരുന്നു, അപ്പം എല്ലാം തള്ളുമായിരുന്നു. ഞാനീ പറയുന്നത് നിങ്ങൾ കുറിച്ചിട്ടോളൂ. ഒരു ഹ്യൂജായിട്ട് ഇത്രയും ചൈന സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വെപ്പൺസ് വിൽക്കണം, അതിന് മാർക്കറ്റ് വേണം, അതിനൊരു ഗ്ലോബൽ റെക്കഗ്നേഷൻ വേണം, അതിനൊരു പ്ലാറ്റ്ഫോം അവർ കൂടി. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ അച്ചീവായി. ഇങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് VSJയുടെ ഈ റിപ്പോർട്ട്, പാകിസ്ഥാൻ റിപ്പോർട്ട്, ചൈനീസ് വെബ്സൈറ്റിൽ വന്ന റിപ്പോർട്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഗ്ലോബലായിട്ട് വരും. കാരണം ചൈന വലിയൊരു മാർക്കറ്റാണ്. മനസ്സിലാക്കുക, ഇന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ലോബിയിങ് നടത്തുന്ന രാജ്യം ചൈനയാണ്. ഇതൊക്കെ ചുമ്മാത് പൊട്ടന്മാർ പറയുന്ന രണ്ട് സാഹിബ് നിന്ന് പറയുന്നത്. അവരെല്ലാം ഏറ്റവും കൂടുതൽ ലോബിയിങ് നടത്തുന്ന ചൈനയാണ്. കാരണം അവൻ്റെ പണമുണ്ട്, നമ്മുടെ അത്രയും പണമില്ല. അവൻ്റെ ഇഷ്ടം പോലെ പണമുണ്ട്. വലിയ ഫിനാൻഷ്യൽ എക്കോണമിയാണ് ചൈന. ഈ അവിടെയുള്ള സായിപ്പെല്ലാം കൂടെ ഇന്ത്യ എങ്ങനെ എരികയറ്റി, ഇന്ത്യയെ അമേരിക്ക എരികയറ്റുവാണ് ഈ സായിപ്പ് അവന്റെ പണം മേടിച്ചിട്ട് ചെയ്യുന്നത്. അതിവിടുത്തെ ഇന്ത്യൻ മീഡിയ പൊട്ടൻ യൂട്യൂബർമാരൊക്കെ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ചൈനയുടെ ഗെയിം ഒന്നും ഈ പറയുന്ന പല ആൾക്കാർക്കും മനസ്സിലാവത്തില്ല. അത്ര ക്രൂരമായിട്ടാണ് ചൈന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കെതിരെ നടപടിയെടുത്തത്. എന്നിട്ട് എവിടെ പോയി? ഇൻഡസ് വാലിയിൽ ഇപ്പം ഡാം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലോട്ട് വെള്ളം കൊടുക്കത്തില്ല, അത് ബ്ലോക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ POK പിടിച്ചെടുക്കുന്ന അമിത്ഷാക്കെ പറഞ്ഞതല്ലേ, എവിടെ പോയി ഈ സംഭവമൊക്കെ? മുഴുവൻ ഡേറ്റ കൊടുത്തു. ചൈന ഒരൊറ്റ വരട്ടുള്ളൂ ഇന്ത്യയോട്. ഡേറ്റ കൊടുത്തിരിക്കണം, ഡേറ്റ കൊടുത്തു. അതായത് അബേയൻസ്. അവിടെ ഡാം പണിയാൻ പറ്റില്ല എന്ന് ചൈന പറഞ്ഞു. അമേരിക്കൻ മണ്ണിൽ പോയിട്ടാണ് അവിടുത്തെ ലെഫ്റ്റനന്റ് ജനറൽ, അവിടുത്തെ ജനറൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ. നിങ്ങൾ വിചാരിച്ചത് സിമ്പിൾ ഗെയിമാണ്? ഇത് സ്ട്രാറ്റജിയും സിനർജിയും ഒക്കെ ആലോചിച്ച് പഠിക്കുന്നവർക്കും നോക്കുന്നവർക്കും ജിയോ പൊളിറ്റിക്സ് നോക്കുന്നവർക്കും, അതായത് ഡിഫൻസിന്റെ കേപ്പബിലിറ്റിയും എക്യുപ്മെന്റ്സും മോഡേൺ വാർഫെയറും നോക്കി പഠിക്കുന്നവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ചൈനയ്ക്കൊരു വലിയ എഡ്ജ് കിട്ടി. അമേരിക്ക ഇന്ത്യയായിട്ട് ഉടക്കി അവന് വലിയ എഡ്ജാണ് കിട്ടിയിരിക്കുന്നത്. അവനതിൻ്റെ മാക്സിമം ഉപയോഗിക്കും. മാക്സിമം ഉപയോഗിച്ച് ഇന്ത്യ തകർത്ത് നാശമാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഹ്യൂജ് മാർക്കറ്റ് അവൻ്റെ കയ്യിലായി. ഇതാണ് സംഭവം. മനസ്സിലായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു വാക്കും കൂടെ ഞാൻ പറയാനുണ്ട്. അതായത് ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു അമേരിക്കൻ അവിടുത്തെ ഏജൻസി വർക്ക് ചെയ്യുന്ന ഒരാൾ ഇപ്പം എനിക്കൊരു ഫോൺ സന്ദേശത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ അത് മറ്റുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കുവാൻ വേണ്ടിയും ചൈനയ്ക്ക് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയും പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയും ഇവിടെ ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബൊന്നും വിടണ്ട. ഇവിടെ ഏതെങ്കിലും ഹിന്ദു അമ്പലത്തിലെ പോപ്പുലറായ അമ്പലത്തിൽ കൊണ്ട് ബോംബ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം അവിടെ കൊണ്ട് ബോംബ് വെച്ചാൽ മതി. ഈ വാക്ക് ആലോചിച്ച് നോക്കണം. അവനെ അത് പിന്നെ ഇന്ത്യക്കാർ തമ്മിൽ തല്ലിക്കോളൂ. കാരണം ഇന്ത്യക്കാരൻ അത്രയേ ഉള്ളൂ. അവൻ ഈ ബോധമില്ലല്ലോ, ആരവിടെ ബോംബ് വെച്ച് ആദരൻ്റെ കോൺസ്പിറസി എന്ന് പിന്നീട് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നത്. അത് എത്രയോ പ്രാവശ്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് വരെ കുറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞതിൻ്റെ അകത്ത് യുക്തിയാണ്. കാരണം ഇവിടെ എവിടെയെങ്കിലും സെൻസിറ്റീവ് പ്ലേസിൽ കൊണ്ട് ബോംബ് വെച്ച, പ്രത്യേകിച്ച് റിലീജിയസ് പ്ലേസിൽ കൊണ്ടുവച്ചാൽ പിന്നെ കലാപോ. അത് ഇന്നും മണിപ്പൂർ ഈ കലാപം നിന്നു. ഇത് ഇന്ത്യയെ മുഴുവനും ബാധിക്കത്തില്ല. ഇയാൾ ഈ പറഞ്ഞ സംഭവം എന്തിനാണ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ആവശ്യം എന്തുവാ? കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവം, ഇന്ത്യ മെച്യൂർഡ് ആയിട്ടില്ല, എഡ്യൂക്കേഷൻ മെച്യൂർഡ് ആയിട്ടില്ല, ആൾക്കാർക്ക് ബോധവൽക്കരണം മെച്യൂർഡ് ആയിട്ടില്ല. അതിന് സമയമെടുക്കും.
അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ഒരു രാജ്യമായി ഇന്ത്യ, ഇത്രയും ഭാഷയും ഇത്രയും സംസ്കാരവും ഒക്കെയുള്ള രാജ്യമാണ്. നമ്മളാണോ അമേരിക്കയോടും ചൈനയോടൊക്കെ വാറ് ചെയ്ത് ജയിക്കാൻ പോകുന്നത്? അതിന് വാറിനൊന്നും പോകണ്ട. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ പറഞ്ഞത്? എത്ര കലാപം ഉണ്ടാവുന്നത്? പറയാൻ പോകുന്നൊരൊറ്റ കാര്യമുള്ളൂ, പൊട്ടൻഷ്യലി ഈ പറയുന്ന റിപ്പോർട്ട് ആധികാരികമാണ്. അതായത് ഇന്ത്യ ഒരു വാറിന്റെ എഡ്ജിലാണ്. എങ്ങനെയാണ് നമ്മുടെ ഭരണകർത്താക്കൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് വരാനുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.